മോസസ് എന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എന്നെ ഉപദേശിക്കണമേ. അത് 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് ഉപദേശിക്കണം, സോ ദാറ്റ് ഐ മേ ഗ്ലോറിഫൈ യു. അതാണ് സംഭവം, അതാണ് മർമ്മം. ആ മോസസിൻ്റെ പ്രാർത്ഥനയുടെ ബി പാർട്ടാണ് അതിൻ്റെ മർമ്മം. എന്താണ്? ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് ഉപദേശിച്ച് തന്നാൽ ഞാൻ ആ വഴി കണ്ടുപിടിക്കുകയും രക്ഷപ്പെടുകയും ഞാൻ തിരിച്ച് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മഹത്വപ്പെടുത്തി ജീവിക്കുമെന്ന്. എൻ്റെ മക്കളെ, എന്ത് പ്രാർത്ഥന ദൈവതിരുസന്നിധി വന്നാലും, എന്ത് വഴിമുട്ടി ഗതിമുട്ടി നിന്നാലും, എന്ത് വഴിക്ക് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, യു മസ്റ്റ് പ്രേ ബൈ നോ മീൻസ്. യു മസ്റ്റ് പ്രേ ബൈ നോ മീൻസ്. നീ പ്രാർത്ഥിച്ചേ മതിയാവൂ. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ്, ഞാൻ രക്ഷപ്പെട്ട നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുമെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോകത്തില്ല, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കും. നിന്നെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാ? ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ വചനം പാലിച്ചിരിക്കും. അവൻ്റെ വചനം 6 മാസത്തേക്ക് പാലിക്കുമെന്നല്ല, നിത്യത വരെ. ഞാൻ രക്ഷപ്പെട്ടാൽ നിന്റെ വചനം പാലിച്ച് ഞാൻ ജീവിക്കും. പറയുക മക്കളെ, നിത്യത വരെ ഞാൻ രക്ഷപ്പെട്ടാൽ നിത്യത വരെ നിന്റെ വചനം പാലിച്ച് മോസസിനെ പോലെ ഈ ജീവിതയാത്ര മുഴുവനും നിന്നെ മഹത്വപ്പെടുത്തും. കൈ അടിച്ചു കർത്താ. ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, സിദ്ധാന്തവും പ്രയോഗവും ആശയവും ആവിഷ്കാരവും വഴിയും പ്രവൃത്തികളും എല്ലാം കർത്താവാണ്. കർത്താവിനെ ആവശ്യിക്കാൻ ആവശ്യമായ ആധ്യാത്മിക സാഹചര്യമാണ് ഹൃദയഞെരുക്കമായി നമ്മൾ അനുഭവിക്കുന്നത്. അത് സഹനങ്ങളെ സ്തുതിപ്പാക്കി മാറ്റി കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് വചനത്തിൽ നമുക്ക് ഈശോ വെളിപാട് നൽകിയത്. ഇപ്പോഴ് ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഉടമ്പടി ചെയ്യാത്തവരുണ്ട്, അവരെത്രയും വേഗം ഉടമ്പടി ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലെയിമായി. ഉടമ്പടിയുടെ ഒരു ഗുണം അതാ, അത് വചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. അത് പുരാതനമായ പ്രാർത്ഥനയും ഒരു പുതിയ പ്രാർത്ഥനയുമാണ്. കംപ്ലീറ്റ് ബൈബിളാണ്. അതുകൊണ്ടാണ് നീ ഹാൻഡ് ബുക്ക് നിങ്ങൾ വായിക്കണമെന്ന് പറയണത്. ഹാൻഡ് ബുക്ക് വായിക്കാത്തവരും കൃപാസനം അറിയാത്തവരും ഉടമ്പടിയെ ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്, ആ ഹാൻഡ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തേക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് കൊടുക്കണം. ഉടമ്പടി എടുത്തവർ ചെയ്ത അനുഭവ സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മുമ്പിൽ 100 കണക്കിന് അനുഭവ സാക്ഷ്യങ്ങളുമായി ദൈവം ഉടമ്പടിയെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്താണ് 16-26 പറയണത്? നിൻ്റെ പ്രവൃത്തികളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. ഉടമ്പടിയുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം എന്താ പറയണത്? സാക്ഷ്യമാണ് സ്ഥിരീകരണം. കർത്താവ് സ്ഥിരീകരണത്തിന് എന്താ പറഞ്ഞത്? വൃക്ഷത്തെ ഫലത്തിൽ നിന്നറിയാം. വൃക്ഷത്തെ ഫലത്തിൽ നിന്നറിയാം. അപ്പോഴേ ഉടമ്പടി ഫലങ്ങളാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ആ വൃക്ഷം ദൈവവൃക്ഷമാണെന്നുള്ളത് ആയിരങ്ങളുടെ വിശ്വാസവും അനുഭവവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണാത്തവരും കേൾക്കാത്തവരും പുതിയ പ്രാർത്ഥനയായത് കാരണം
ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ സംശയം പറയും. ഒരു സംശയം പറയേണ്ട, നിങ്ങൾ ആ ബുക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പം പുതിയ പുസ്തകം വരുന്നുണ്ട് ജനങ്ങൾക്ക് പൊതുവായിട്ട് വായിക്കാനുള്ള. ഉടമ്പടി പുസ്തകം ഇത് തന്നെയായിരിക്കും. ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ആഴങ്ങൾ ഭയങ്കരമായ ആഴവും ഉയരവുമാണ് ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മഹങ്ങളെല്ലാം അതാത് കാലങ്ങളിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വീണ്ടും പോയി അതിരുന്ന് ചിന്തിച്ച് ആലോചിച്ച് വചനം നോക്കി എടുത്തിട്ട് വീണ്ടും അത് എഴുതി വെക്കും. അങ്ങനെ സമ്പൂർണ്ണ ജ്ഞാനമുണ്ട് ഇപ്പോൾ ഉടമ്പടി പുസ്തകത്തിൻ്റെ. ഉടനെ വരും, അടുത്ത മാസം കിട്ടും നിങ്ങൾക്ക് ഉടമ്പടി സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ പുസ്തകം. അപ്പോൾ എൻ്റെ മക്കളെ സന്തോഷമായിരിക്കുക. ഇപ്പോഴും നമ്മൾ രോഗികൾക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. നാനാതരത്തിലുള്ള രോഗികളാണ്. അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ആന്തരിക അവയവ രോഗികൾ, വിട്ടുമാറാത്ത മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗികൾ, പഴകിയ രോഗികളെല്ലാം പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് ആ സമയത്ത് കർത്താവെ സാക്ഷ്യം പറയിപ്പിക്കണേ, കർത്താവെ സാക്ഷ്യം പറയിപ്പിക്കണമെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അനേകം മക്കള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈശോ, അസ്ഥി രോഗികളെ സുഖപ്പെടുത്തണമേ, പേശി രോഗികളെ സുഖപ്പെടുത്തണമേ, ഹൃദയത്തിലെ സ്പർശിക്കുന്ന കർത്താവേ, കരളിനെ സ്പർശിക്കുന്ന കർത്താവേ, വാതരോഗികൾ, വെരിക്കോസിന് അസുഖമുള്ളവർ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, തലവേദന ഉള്ളവർ, ഈശോ അർസസ് രോഗികൾ, അൾസർ രോഗികൾ സ്പർശിക്കണം കർത്താവേ. ഈശോ അലർജി രോഗികൾ, ചിരങ്ങ്, ചൊറി കർത്താവ് സ്പർശിക്കണം. ഉദര രോഗികൾ, ഉദരാശയത്തിൽ, മൂത്രാശയത്തിൽ, ഗർഭാശയത്തിൽ, ആമാശയത്തിൽ സിസ്റ്റുള്ളവർ, വേദന ഉള്ളവർ, ഒഴിക്കാൻ പറ്റാത്തവർ, മൂത്രാശയ രോഗികൾ, യൂറിനറി ബ്ലാഡർ കുഴപ്പമുള്ളവർ, യേശുവെ യൂറിക് ആസിഡ് ഉള്ളവർ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ഷുഗർ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ക്രിയാറ്റിൻ രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ, രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉദര രോഗികൾ ഇപ്പം വയറെ കൈപൊത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഉദര രോഗികൾ വയറെ കൈപൊത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വയർ പെരുപ്പമുള്ളവർ, വയറ് വേദന ഉള്ളവർ, വയറിൻ്റെ ഉള്ളിൽ മുഴയുള്ളവർ, തന്നെ അടിവയറ്റിൽ നിങ്ങൾ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അടിവയറ്റിലുള്ള ആന്തരിക അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ സൗഖ്യം ലഭിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, സ്പർശിക്കണ കർത്താവേ, അടിവയറ്റിലെ ആന്തരിക അവയവങ്ങൾ, ഉദര രോഗികൾ, അടിവയറ്റിലെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവർ നൽകുന്നു, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവർ നൽകുന്നു. എൻ്റെ കർത്താവ് വിശ്വസിക്കുക, കൃപാസനം പ്രസാദൻ പരമാധവൻ്റെ മധ്യസ്ഥത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെയും കൃപകളെയും കുറിച്ച് പരിശുദ്ധ ദേവമാതാവ് സജീവമായി ഈ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരിൽ നിന്ന് മാതാവിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നൽകിയ ഈ അവസരത്തെ ഓർത്ത് ആദ്യമായി ഞാൻ കൃപാസനം മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജെയിംസ് ജേക്കബ്. ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഭാര്യ മിനി, അടുത്ത് നിൽക്കുന്നത് എൻ്റെ മൂത്ത മകൾ ടീന. എനിക്ക് ഈ മകളെ കൂടാതെ ഈ മകൾക്കൊരു ട്വിൻ ബ്രദറുണ്ട്, അവൻ ന്യൂയോർക്കിൽ പഠിക്കുന്നു. ഈ മകൾക്ക് ഒരു എൽഡർ ബ്രദറുണ്ട്, അവൻ സാൻ ഫ്രാൻസിസ്കോയിൽ ജോലി ചെയ്യുന്നു. ഒരു യങ്ങർ സിസ്റ്ററുണ്ട്, അവൾ കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു.
ഞങ്ങൾ മാണ്ഡ്യ രൂപതയിലെ ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിലെ അംഗങ്ങളാണ്. 2020 ഞാൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് സയൻറ്റിസ്റ്റ് എന്ന ഗ്രേഡിൽ റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യയും കേന്ദ്ര ഗവൺമെൻറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മകൾ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പാസ്സായി ബാംഗ്ലൂരിൽ തന്നെ ഉള്ള കിദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺകോളജിയിൽ നിന്ന് MD ബിരുദവും കഴിഞ്ഞ് 1 വർഷത്തെ സീനിയർ റെസിഡൻസി പോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഹയർ സ്റ്റഡി ഇനിയും 4 വർഷത്തെ ഹയർ സ്റ്റഡിക്കായിട്ട് അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഉടമ്പടി എടുത്ത സാഹചര്യത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഫെബ്രുവരി 21-ാം തീയതിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവകൃപയാൽ എൻ്റെ 4 മക്കളും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഇന്ത്യയിലും വിദേശത്തും ലഭിക്കാനുള്ള അവസരം ലഭിച്ചു. നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല ജോലികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വിഷമമായിരുന്നു 4 മക്കളും ഇതുവരെ ജീവിതത്തിൽ സെറ്റിലായിട്ടില്ല, അതായത് വിവാഹിതരായിട്ടില്ല എന്നുള്ളത്. ഈ നിയോഗം വെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് 1 വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 21-ാം തീയതി. അതിനുശേഷം ഞാനും ഭാര്യയും എൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇവിടെ വന്നു ഏപ്രിൽ 1-ാം തീയതി. കാരണം ഭാര്യയ്ക്കുള്ളൊരു സംശയമായിരുന്നു സ്വയം ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കണമെന്നുള്ള ആ ഉദ്ദേശം മുൻനിർത്തി ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. അപ്പോഴാണ് അറിയുന്നത് ഭർത്താവിൻ്റെ ഉടമ്പടി ഭാര്യയ്ക്കും സാധുവാണ്, ഭാര്യയ്ക്ക് അതുകൊണ്ട് ഉടമ്പടി എടുക്കാനുള്ള അനുവാദമില്ല എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിനായിട്ട് 2024 ജൂൺ 14-ാം തീയതി ഞാനിവിടെ വന്നപ്പോൾ ഭാര്യയും കൂട്ടത്തിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥന സ്വീകരിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് അവസരം ലഭിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മാതാവ് കേസ് ഫയൽ ഏറ്റെടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാവും. യഥാർത്ഥത്തിൽ അത് ബഹുമാനപ്പെട്ട ജോസഫിനോട് ദൈവം സംസാരിക്കുകയായിരുന്നു. അതൊരു പ്രവചന വചനമായിരുന്നുവെന്ന് ഞങ്ങളുടെ ജീവിതം, തുടർന്നുള്ള ജീവിതം, ഉടമ്പടി ജീവിതം പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തി. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, മകൾക്ക് MD പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ US പോയി വീണ്ടും ഹയർ സ്റ്റഡി പെർസ്യൂ ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ച് തന്നെ ഉള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ US പോയി റെസിഡൻസി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു നീണ്ട വഴിയാണ്. അവിടെ ഒരു USMLE സ്റ്റെപ്പ് 1, US മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ സ്റ്റെപ്പ് 1, ദെൻ സ്റ്റെപ്പ് 2, ദെൻ OET മെഡിസിൻ, ഡോക്ടേഴ്സിൻ്റെ OET എക്സാം. ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഈ റെസിഡൻസി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവുള്ളൂ. അത് മാത്രം പോരാ, ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് USA ചുരുങ്ങിയത് 3 ഡോക്ടേഴ്സിൻ്റെയെങ്കിലും കീഴിൽ ഓരോ മാസമെങ്കിലും ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആ ഡോക്ടേഴ്സിൽ നിന്നുള്ള ഡയറക്റ്റ് റെക്കമെൻഡേഷൻ ലെറ്ററും ഈ ആപ്ലിക്കേഷന് വേണ്ടി പർപ്പസായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ അവസരത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോയി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസന മാതാവ് ഈ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇടപെട്ടു. ജൂൺ 14-ന് ഞാൻ ഉടമ്പടി പുതുക്കി. ജൂൺ 21-ാം തീയതി എൻ്റെ മകൾ ഒബ്സർവർഷിപ്പ് അല്ലെങ്കിൽ ഷാഡോയിങ് ചെയ്യാനതിന് വേണ്ടി അമേരിക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. ജൂൺ 25-ാം തീയതി. അതിന് 4 ദിവസം മുൻപാണ് USMLE സ്റ്റെപ്പ് 2 പരീക്ഷ ബാംഗ്ലൂരിൽ നിന്ന് എഴുതിയത്. അതിൻ്റെ റിസൾട്ട് അപ്പോഴും വന്നിട്ടില്ലായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരികയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി 2 വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നു പല പല ചാനലിൽ കൂടി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. അവസാനം എൻ്റെ ഒരു ഉത്തമ സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഒരു ഫസ്റ്റ് കസിൻ USA കാർഡിയോളജിസ്റ്റായിട്ട് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വഴിക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു കൃപാസന പ്രസാദ മാതാവ് അദ്ദേഹത്തെ ഒരു ദൂതനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കുകയായിരുന്നു. മകൾക്ക് 2 ഹോസ്പിറ്റലുകളിൽ ഒബ്സർവേഷൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ജൂൺ 25 മുതൽ നവംബർ 25 വരെ 5 മാസം മകൾ USA 2 മാസത്തെ ജോലി ചെയ്യാനാണ് പോയത്. 5 മാസം അവിടെ നിൽക്കാനുള്ള കൃപ അനുഗ്രഹം ദൈവം വർഷിച്ചു. ഈ 2 മാസത്തെ ഒബ്സർവേഷന് ശേഷം വീണ്ടും ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലും ഒരു ഹോസ്പിറ്റലിലും ഈ സെയിം പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം
മാതാവ് തന്നു. കൂടാതെ ജൂൺ 25 മുതൽ സെപ്റ്റംബർ 25 വരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള 3 മാസങ്ങളായിരുന്നു എൻ്റെ മകളുടെ ജീവിതത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 25 ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിങ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ്, ലാർജ് നമ്പർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്ന മകൾ. അതെല്ലാം മകൾ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്നും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്ത് അയക്കേണ്ട സർട്ടിഫിക്കറ്റുകളായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സമയത്തിനുള്ളിൽ കിട്ടാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു, അനുഗ്രഹം ലഭിച്ചു. അതിലൊരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, MSPE, മെഡിക്കൽ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ്. അതും നമുക്ക് ആ കോളേജിൽ ഉടമ്പടി എടുത്തിരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേക ഇടപെടൽ സഹായം കാരണം അതും ഞങ്ങൾക്ക് ലഭിച്ച സമയത്ത് ചെയ്യാൻ പറ്റി. അങ്ങനെ നവംബർ 25 മകൾ തിരിച്ചു വന്നു US നിന്ന്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അറിയുന്നു സ്റ്റെപ്പ് 3 എന്ന ഒരു പരീക്ഷയും കൂടെ എഴുതിയാൽ അതിൻ്റെതായ വെയിറ്റേജ് കിട്ടും മകൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിൽ. സാധാരണ ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പരീക്ഷയിൽ എഴുതാനും ഒരു 6 മാസത്തെ പ്രിപ്പറേഷൻ വേണം. ഇപ്പോൾ മകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറും 1.5 മാസമാണ്. ഞങ്ങൾ പറഞ്ഞു, മോൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. പോയി അവിടെ സ്റ്റെപ്പ് 3 പരീക്ഷയും എഴുതി. വളരെ പ്രയാസമായിരുന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഇതിൽ നല്ല രീതിയിൽ പാസ്സാകാനും പറ്റി. പക്ഷേ ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. മകൾ OET എക്സാം ബാംഗ്ലൂരിൽ നിന്ന് പാസ്സായിട്ട് പോയത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി അതിൻ്റെ വാലിഡിറ്റി ഹാസ് ജസ്റ്റ് എക്സ്പയർഡ്, അതായത് 1 വർഷം ജസ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ 1 വർഷം ഫർദർ മോളുടെ പ്രോഗ്രാം ഡിലേഡ് ആകും. അല്ലെങ്കിൽ അവിടെ തന്നെ US തന്നെ ഉടനെ ആ സർട്ടിഫിക്കറ്റ് OET എക്സാം, ഡോക്ടേഴ്സിൻ്റെ OET എക്സാം അവിടെ അപ്പിയർ ചെയ്യണം. അപ്പോൾ ഈ മകൾക്ക് അവിടെ താമസിച്ചിരുന്ന സ്ഥലമുണ്ട് അമേരിക്കയിൽ. ലിൻഡ എന്ന് പേരാൽ 65 വയസ്സുള്ള ഒരു അമ്മച്ചി. ആ അമ്മച്ചിയുടെ വീട്ടിൽ ഒരു നല്ല റൂം മകൾക്ക് കിട്ടിയിരുന്നു. ആദ്യമായിട്ട് മകൾ ഓൺലൈനിൽ ചെന്ന് കണ്ടുപിടിച്ചാണ്. ആ അമ്മച്ചി സ്വന്തം അമ്മയെപ്പോലെ കരുതലും സ്നേഹവും കരുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ സഹായത്താൽ അവർ ഈ മകളെ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. അങ്ങനെ ആ ഏറ്റവും പ്രയാസമായിരുന്ന OET എക്സാമും മാതാവിൻ്റെ അന്ന് വളരെ ടെക്നിക്കൽ പ്രോബ്ലംസ് മകൾ ഫേസ് ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ആ എക്സാം പാസ്സായി. ബാംഗ്ലൂരിൽ എഴുതിയതിനേക്കാൾ മെച്ചമായ രീതിയിൽ റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു. നവംബർ 25 മകൾ തിരിച്ചു വരുന്നു. വീണ്ടും ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പ് 3 പരീക്ഷ എഴുതാൻ. ജനുവരി 15 വീണ്ടും അമേരിക്കയിൽ പോകേണ്ടി വന്നു 2 ആഴ്ചത്തേക്ക്. അവിടെ ജനുവരി 25 28 സ്റ്റെപ്പ് 3 പരീക്ഷ 2 ദിവസങ്ങളായിട്ട് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് വന്നു കഴിഞ്ഞ് ഈ മാർച്ച് 17 മകൾ റെസിഡൻസി പ്രോഗ്രാമിൽ സെലക്റ്റഡ് ആയി എന്നുള്ള നല്ല ന്യൂസ് കിട്ടി. 21 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ മകൾക്ക് അടുത്ത 4 വർഷത്തെ പഠനം ജൂലൈ 1 ആരംഭിക്കുന്ന പഠനത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന വാർത്തയും വന്നു. പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ ഫോർമുല അനുസരിച്ചാണ് ഈ മകൾക്ക് ഈ അഡ്മിഷൻ കിട്ടിയതെന്ന്. ഇത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ആദ്യം മക്കളാരും ജീവിതത്തിൽ സെറ്റ് ചെയ്തിരുന്നില്ല എന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മകൾ US-ലായിരുന്ന സമയത്ത് ഒരു വിവാഹ ആലോചനകൾ വരികയും കഴിഞ്ഞ 5 വർഷമായിട്ട് പല ആലോചനകൾ വന്നു. പക്ഷേ ഒന്നും വിവാഹത്തിൽ അവസാനിച്ചില്ല. ആ ആലോചന ഈ കഴിഞ്ഞ ഫെബ്രുവരി 22 വിവാഹത്തിൽ എൻഗേജ്മെൻറ്റിൽ അവസാനിക്കുകയും മെയ് 10 മകൾ വിവാഹത്തിലാകാൻ പോവുകയാണ്. ഞങ്ങളുടെ കെട്ടാൻ പോകുന്ന മകനിപ്പോൾ ടെക്സാസ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നു. മകളുടെ ജോലി സ്ഥലം 6 മണിക്കൂർ വളരെ ദൂരെയുള്ള ന്യൂയോർക്ക് സിറ്റിയിലാണ്. ആ മകനും മാതാവിൻ്റെ കൃപയാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ എടുക്കാവുന്ന ആ മകൻ്റെ ഓർഗനൈസേഷൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ശുഭമാക്കുന്ന ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, ഭാര്യയുടെ മേൽ, ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ എല്ലാം ശുഭമാക്കി എന്ന് ഞാൻ പ്രത്യേകം പറയും. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ, ബഹുമാനപ്പെട്ട ജോസഫ് എപ്പോഴും പറയുന്നുണ്ട് ലൈറ്റ് വെയ്റ്റിംഗ്, ടൈം ഷോർട്ടനിങ്, ഈവൻ ടൈം ലാഗിങ്. എൻ്റെ മകളുടെ വിവാഹം ഈ 5 വർഷം നീട്ടിവെച്ചത് ഈ ശരിയായ സ്യൂട്ടബിളായിട്ടുള്ള മകനെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നു. അതിനും ദൈവത്തിനും മഹത്വം കൊടുക്കുന്നു. പിന്നെ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച കാര്യമാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ മെയ് അവസാനം മുതൽ സെപ്റ്റംബർ വരെ 4 മാസം തുടർച്ചയായ ചെസ്റ്റ് കൺജഷൻ ചുമയുമായിരുന്നു. അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് മാത്രമായിട്ട്, ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിന് മാത്രമായിട്ട് കംപ്ലീറ്റ് ഭേദമായി ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് എക്സിമ പോലുള്ള സ്കിൻ ബ്ലാക്കനിങ്ങും സ്കിൻ ഇച്ചിങ്ങും ഊസിങ് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് 100% ക്യൂർ ലഭിച്ചു. ഇതെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടായ പ്രത്യേകമായിട്ട് ഒരു മാതാവിൻ്റെ സാന്നിധ്യം, ടാഞ്ചിബിൾ സാന്നിധ്യം ഞങ്ങൾ കണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് ഒന്നായിട്ട് ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഉടമ്പടി എടുക്കാത്തതിലുള്ള മനപ്രയാസം. ആ മനപ്രയാസത്തിന് പോലും ഉത്തരം കൊടുക്കുന്ന നമ്മുടെ നല്ല കൃപാവസരം പ്രസാദ മാതാവ്. അത് ആ കാര്യം ഒരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് മെയ് 23 ഞാൻ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് കർണാടക ലിസ്റ്റ് ആയിരുന്നില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ പ്രത്യക്ഷന് പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി അണച്ചപ്പോൾ ആ മെഴുകുതിരിയിൽ 3 പില്ലേഴ്സിൽ സപ്പോർട്ടറായ മാതാവിൻ്റെ സോളിഡ് വാക്സ് രൂപം രൂപപ്പെട്ടു. അപ്പോൾ ഭാര്യ മിനിക്ക് മനസ്സിലായി ഭർത്താവിൻ്റെ ഉടമ്പടി ഭാര്യയ്ക്കും സാധുവാണ്. ഇവിടെ നിന്ന് പറഞ്ഞ കൺവെൻഷൻ മാതാവ് കൊടുത്തു. വീണ്ടും അതുപോലെ വേറൊരു കാര്യം, കഴിഞ്ഞ ഒക്ടോബർ 26 അഖണ്ഡ ജപമാലയിൽ ഞാനും മിനിയും സംബന്ധിക്കാൻ സാധിച്ചു. ഒക്ടോബർ ആദ്യ വാരത്തിലെ ചൊവ്വാഴ്ചയിൽ ബഹുമാനപ്പെട്ട ജോസഫൻ പറഞ്ഞിരുന്നു എല്ലാവരോടും, നിങ്ങൾ ഈ ജപമാല റാലിക്ക് നല്ല കാലാവസ്ഥ കൊടുത്താനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ല ആരോഗ്യത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ ഞാനും മിനിയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയും കൂടെ കൂട്ടിച്ചേർത്തു. അതിതായിരുന്നു, മാതാവ് തന്നെ ഈ റാലി നയിക്കണമെന്ന്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടി. ആ വിവരവും ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ കൃപാസനത്തിൽ നിന്നും മർത്തിങ്കിലേക്ക് പോയി ഏകദേശം പകുതി വഴി ആയപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്നും ഒരു കന്യാസ്ത്രീ, അതായത് നമ്മുടെ പ്രത്യക്ഷീന പ്രാർത്ഥന ഉപയോഗിക്കുന്ന മെഴുകുതിരിയുടെ നിറത്തിലുള്ള സഭാവസ്ത്രം ധരിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ ഒറ്റയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി മുമ്പിൽ വന്നു. ആ കന്യാസ്ത്രീയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ ജപമാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ തൊപ്പി അല്ലെങ്കിൽ കുട, വെള്ളം, വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും കയ്യിൽ കയറണം, ജപമാല എങ്കിലും ഉണ്ട്. ഒരു അത്ഭുതമെന്ന് പറയട്ടെ, ഈ കന്യാസ്ത്രീയിൽ ഒരു ജപമാല പോലും ഇല്ലായിരുന്നു. ആ കന്യാസ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ മുമ്പിൽ നടക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ കൈയൊക്കെ വീശി 2 സൈഡിലും നോക്കി. പിന്നീട് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ സിസ്റ്ററെ കാണാതെയായി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് മാതാവ് ഞങ്ങളുടെ ഈ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ഞങ്ങൾക്ക് തെളിവ് തന്നു എന്നുള്ളത്. മാതാവിനും ദൈവത്തിനും മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ കൃപാസന മാതാവിൻ്റെ ഈ ടാഞ്ചിബിൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രസൻസ്, മാതാവിൻ്റെ പ്രസൻസ് ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു. ഞാൻ ആക്ച്വലി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഉടമ്പടി നിബന്ധനകൾ എല്ലാം ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് നിവർത്തിക്കുന്നത്. ഇവിടുന്ന് കൃപാസന പത്രം ഞങ്ങൾ ആദ്യം 2 കെട്ട്, പിന്നെ 4 കെട്ട്, 7 കെട്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും 20 കെട്ട്, 6 ഭാഷകളുള്ള 20 കെട്ട് കൃപാസന പത്രം ഇവിടുന്ന് കൊറിയറായിട്ട് വരുത്തി പൊതുസ്ഥലങ്ങളിലും പള്ളികളിലും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവേഴ്സ്, ബസ്, ട്രെയിന്, പാർക്ക്, ഞങ്ങൾ പോകുന്ന എവിടെയെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയെല്ലാം മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറഞ്ഞ് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കൃപയായിട്ട് വർണ്ണിച്ച് അവിടെ പല എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നു ചേരുന്ന സ്ഥലമാണ് മൈസൂർ സിറ്റി. വളരെയധികം ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി മാതാവിന് സാക്ഷ്യം കൊടുക്കുന്നു, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ പറ്റി പറയുന്നു, ഇങ്ങനെ ഒരു കൃപാസനം എന്ന സെൻറ്ററിനെ പറ്റി പറയുന്നു, ഞങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരുണ്യ പ്രവർത്തികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 2-3 പേർക്കെങ്കിലും ദിവസം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാൻ പറ്റാത്ത പാവപ്പെട്ട രോഗികൾ, റേഷൻ വാങ്ങിക്കാൻ പറ്റാത്ത പാവപ്പെട്ട മനുഷ്യർ, ആക്സിഡൻ്റ് വിക്ടിംസ് ആയിട്ടുള്ള മനുഷ്യർ, ചികിത്സിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവർ, ഇങ്ങനെ പല പല രീതികളിൽ ക്ലേശിക്കുന്നതിന് കഷ്ടപ്പെടുന്നവർക്ക് ആരെന്നെയാണെങ്കിലും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ പള്ളിയോട് ചേർന്നാണ് ഒരു ടെർമിനൽ കെയർ സെൻറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്നത്. അവിടുത്തെ പുരുഷന്മാരുടെ അന്തേവാസികൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കുന്നു. ഇനിയും വളരെ വളരെ കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ അഭാവം മൂലം ദൈവത്തിനും പരിശുദ്ധ കൃപാസന മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി വഴി ബെനിഫിഷ്യറി ആയ മെയിനായിട്ട് എൻ്റെ മകളുടെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. മകളും ചുരുങ്ങിയ തോതിൽ പറയുന്നതായിരിക്കും. എൻ്റെ മലയാളം അത്രയും നല്ലതല്ല, സോ ഐ വിൽ ബി സേയിങ് I'd like to add a few things. Throughout the last few years, it's been hard, and getting into a US residency, it's been hard, and I was not sure that this was possible, but because my parents believed and they had a very strong faith, I also believed. And so my only prayer throughout this whole time was that your plans, so God's plans for me are better than what I have for myself. So that was the only thing that on my mind for the last 2 years.
So believing in that, I went ahead and did the best I could, but I've been blessed with more than I've asked for. So I'm very, very thankful, and I'm very thankful to Mother Mary for smoothing this path so far.